2025 അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ വേനൽക്കാല അവധിക്ക് ശേഷം വർദ്ധിതമായ ഊർജത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് സ്കൂളിലെത്തുന്നത്. എന്നാൽ ആദ്യമായി സ്കൂളിലെത്തുന്ന ഒന്നാം ക്ലാസ്സിലെ കുട്ടികളാകട്ടെ വലിയ സന്തോഷത്തോടെ ആയിരിക്കുകയില്ല. കാരണം അവരാദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അവരിൽ ചിലർ LKGയിലും UKGയിലും ഒക്കെ പോയിട്ടുണ്ടാകും. എങ്കിലും സ്കൂളിലേക്ക് അവരാദ്യമായിട്ട് എത്തുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായ ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകും. കുട്ടികളെക്കുറിച്ച് ആകാംക്ഷയും ആകുലതയും പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾക്കും ഉണ്ടാകും. കുട്ടികൾ പലപ്പോഴും കരയുകയോ സ്കൂളിൽ നിൽക്കാൻ മടി കാണിക്കുകയോ ഒക്കെ ചെയ്യും. കുട്ടികളുടെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സമീപകാലത്ത് സ്കൂൾ തുറക്കുന്ന ദിവസം പ്രവേശനോത്സവമായിട്ട് ആഘോഷിച്ചു തുടങ്ങിയത്. അത് തത്വത്തിൽ നല്ല കാര്യമാണ്. സ്കൂളിനെ പേടിക്കേണ്ടതില്ല. വീട് പോലെ കുട്ടികൾ സ്കൂളിനെ കരുതണം. കുട്ടികളെ സംബന്ധിച്ച് രണ്ടാമത്തെ വീടാണ് സ്കൂള്. വീട്ടിലെല്ലാവരും പരിചിതരാണ്. എന്നാൽ സ്കൂളിലാകട്ടെ എല്ലാവരും തന്നെ അപരിചിതരാണ്. അധ്യാപകരെ ആദ്യമേ കാണുന്നു. വീടിനേക്കാൾ വലിയ കെട്ടിടമാണ് സ്കൂള്. തങ്ങളെപ്പോലെയുള്ള കുട്ടികളെ ആദ്യമായി കാണുകയാണ്. ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. വീട്ടിൽ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമാണുള്ളത്. ചെറിയ ലോകത്തിൽ നിന്ന് കുട്ടികൾ വലിയ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് കുട്ടികൾക്ക് മാനസികമായി സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകൾ അലങ്കരിക്കുന്നത്. കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുന്നത്, കുട്ടികൾക്ക് പൂവ് നൽകുന്നത്, മിഠായി നൽകി അവരെ സന്തോഷിപ്പിക്കുന്നതൊക്കെ സ്കൂളിൻ്റെ അപരിചിതത്വം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്കൂള് വീട് പോലെ സുരക്ഷിതമാണ്, സന്തോഷകരമായ ഒരിടമാണ് എന്ന് കുട്ടികൾക്ക് തോന്നണം. അല്ലെങ്കിൽ കുട്ടികൾ വിദ്യാഭ്യാസത്തെ ഭയപ്പെടും, ഇഷ്ടപ്പെടാതെ വരും. കുട്ടികൾ സ്കൂളിനെ സ്നേഹിക്കണം, വിദ്യാഭ്യാസത്തെ ഇഷ്ടപ്പെടണം. അതിന് തീർച്ചയായും പ്രവേശനോത്സവം സഹായിക്കും. നമ്മൾ പൊതുവെ പറയുന്നത് സ്കൂൾ തുറക്കുന്നു എന്നാണ്. അതായത് സ്കൂളിൻ്റെ ഗേറ്റ് തുറക്കുന്നു, ഓഫീസ് റൂമിൻ്റെ വാതിലുകൾ തുറക്കുന്നു, കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകൾ തുറക്കുന്നു. ഈ അർത്ഥത്തിലാണ് പൊതുവെ സ്കൂളിൻ്റെ തുറക്കലിനെ സംബന്ധിച്ച് പലരും മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ സ്കൂൾ തുറക്കുന്നതിലൂടെ കെട്ടിടത്തിൻ്റെ വാതിലുകളും വാതായനങ്ങളും തുറക്കുകയല്ല ചെയ്യുന്നത്. കുട്ടികളുടെ മനസ്സാണ് തുറക്കുന്നത്, അവരുടെ ഹൃദയമാണ് തുറക്കുന്നത്. അറിവിലേക്കും വെളിച്ചത്തിലേക്കുമാണ് അവരുടെ മനസ്സും ഹൃദയവും തുറന്നു കൊടുക്കുന്നത്. കുട്ടികളുടെ ഭാവി എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് സ്കൂളുകളാണ്. സ്കൂളുകളെ പരീക്ഷണശാലകളാണെന്ന് പറയാം. ജീവിതം വാർത്തെടുക്കുന്ന ഫാക്ടറികളാണ് എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. സ്കൂളിൽ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അവരുടെ ജീവിതം. അതുകൊണ്ടാണ് മാതാപിതാക്കന്മാർ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നല്ല വിദ്യാലയങ്ങളിൽ അവരെ പറഞ്ഞയക്കുന്നത്. അവർ സ്റ്റേറ്റ് സിലബസ് പഠിച്ചാലും CBSE പഠിച്ചാലും ICSE സ്കീം പഠിച്ചാലും അവർ നല്ലവരായും വലിയവരായും വളർന്നു വരേണ്ടത് ആവശ്യമാണ്. ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ അവർ ആ പഠന സമയം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നല്ല സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായും നല്ല മാനേജ്മെൻ്റ് ഉണ്ടാകും, നല്ല അധ്യാപകരുണ്ടാകും, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ലഭ്യമായിരിക്കും. എല്ലാ സ്ഥാപനങ്ങളിലും തന്നെ കുട്ടികളുടെ നന്മയെ കരുതിയുള്ള പരിശീലനമാണ് നൽകുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളുടെ പ്രത്യേകിച്ച് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം
ശ്രദ്ധ ചെലുത്തുന്നവരാണ്. കാരണം കുട്ടികളുടെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ പാകപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. മനഃശാസ്ത്ര പഠനങ്ങളിൽ കാണുന്നത് ആദ്യത്തെ 7 വയസ്സിനുള്ളിൽ കുട്ടി ആരായിത്തീരുമെന്ന് നിശ്ചയിക്കപ്പെടുമെന്നാണ്. കാരണം ബൗദ്ധിക വികാസം ഈ ഘട്ടത്തിലാണ്. വ്യക്തിത്വത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് ഈ സമയത്താണ്. കുട്ടികളുടെ മനസ്സിനെ ടാബുള റാസ എന്നാണ് പറയുക. അതായത് എഴുതാത്ത ബോർഡ് പോലെയാണ്, മെഴുകു പോലെയാണ് അവരെ ഏത് രൂപത്തിൽ വേണമെങ്കിലും മെനഞ്ഞെടുക്കുകയോ വാർത്തെടുക്കുകയോ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഏറ്റവും നല്ല സ്കൂളുകൾ, നല്ല അധ്യാപകർ, നല്ല അറിവുകൾ, നല്ല കാഴ്ചകൾ, നല്ല അനുഭവങ്ങൾ, നല്ല ബന്ധങ്ങൾ, ഇതെല്ലാമാണ് കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് കിട്ടേണ്ടത്. സ്കൂളിലെ കുട്ടികൾക്ക് പല പാഠപുസ്തകങ്ങളുണ്ട്. അവർ പഠിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, പഠിപ്പിക്കുന്ന അധ്യാപകർ പാഠപുസ്തകമാണ്. സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ പാഠപുസ്തകങ്ങളാണ്. കുട്ടികൾ എത്ര നല്ല സ്കൂളിൽ പഠിച്ചാലും അവർ അറിവ് നേടുന്നതും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരുന്നതും വീട്ടിൽ കൊടുക്കുന്ന പരിശീലനത്തിലൂടെയാണ്. സ്കൂളും വീടും ഒരുമിച്ച് പോകണമെന്നാണ് പറഞ്ഞു വരുന്നത്. കുട്ടികളുടെ അധ്യാപകരുമായി മാതാപിതാക്കൾ നിരന്തരമായി ബന്ധപ്പെടണം. മാതാപിതാക്കൾ അധ്യാപകരോട് ആദരവ് കാണിക്കുന്നത് കണ്ടാണ് കുട്ടികൾ മുതിർന്നവരെ ആദരിക്കുവാൻ പഠിക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു ക്ലാസ്സിൽ 3 അധ്യാപകർ വേണമെന്ന് പറയാറുണ്ട്. വിഷയം പഠിപ്പിക്കുന്ന ടീച്ചർ, വീട്ടിൽ അമ്മ, അപ്പൻ, ഇവർ 3 പേരും ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് അധ്യാപകർ തന്നെയാണ്. ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ അധ്യാപകരും മാതാപിതാക്കളും ഓർമ്മിക്കേണ്ടത് അവർ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, പഠിക്കുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ ഭാവഭേദങ്ങൾ അധ്യാപകരെ പോലെയും മാതാപിതാക്കളെ പോലെയും തിരിച്ചറിയാൻ കഴിയുന്ന മറ്റാരും ലോകത്തിലില്ല. അതുകൊണ്ട് കുട്ടികൾ എങ്ങനെയാണ് ഓരോ ദിവസവും വളർന്നു വരുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിച്ച് അവരെ സഹായിക്കാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കഴിയണം. കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കൾ ഓർമ്മിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, അവർ വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് വിശാലമായ ലോകത്തിൻ്റെ അപകടം നിറഞ്ഞ വഴികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. സ്കൂള് തുറക്കുന്നതോടുകൂടി ലഹരി മാഫിയായും അവരുടെ പ്രവർത്തനം ആരംഭിക്കും. അത് മാതാപിതാക്കൾ തിരിച്ചറിയണം, PTA മനസ്സിലാക്കണം, പോലീസ് അധികാരികളെ ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പൊതുപ്രവർത്തകരുടെയും സജീവമായ ശ്രദ്ധ ഇക്കാര്യത്തിലേക്ക് ക്ഷണിക്കണം. അങ്ങനെയാണ് കുട്ടികളെ അറിവിലേക്കും നന്മയിലേക്കും വളർത്തിയെടുക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയ അവർക്ക് പ്രയോജനകരമായി തീരത്തക്ക വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുക. അതിന് ഈ അധ്യയന വർഷം സഹായകമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും നല്ല പഠന സമയവും പഠന മികവും എല്ലാ വിദ്യാർത്ഥികൾക്കും നേരുകയും ചെയ്യുന്നു.